തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഈന്തപ്പനയെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. പേർഷ്യൻ ഗൾഫ് പ്രദേശത്ത് ഉദ്ഭവിച്ച മരുഭൂമിയിലെ ഒരു മുഖ്യ പഴവർഗ്ഗമാണ് ഈന്തപ്പഴം. ഇത് ഒരു പനവർഗ വൃക്ഷമാണ്. ഈന്തപ്പനയെ ആൺവൃക്ഷം പെൺവൃക്ഷം എന്നിങ്ങനെ രണ്ടിനത്തിൽ കാണപ്പെടാറുണ്ട്. ഇതിൽ പെൺ ഇനങ്ങളിൽപ്പെട്ടവയിലാണ് ഈന്തപ്പഴം ഉണ്ടായി കാണാറുള്ളത്. ഏകദേശം 50-100ഓളം വരുന്ന പെൺ ഈന്തപ്പനകൾക്ക് ഒരു ആൺവൃക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പരാഗണം കൂടുതലായി നടന്നു കാണാറുള്ളൂ. ആൺവൃക്ഷങ്ങളിലെ പൂക്കുല പെൺവൃക്ഷങ്ങളിലെ പൂക്കുലയിൽ തളിച്ച് കൃത്രിമ പരാഗണവും നടത്തി വരാറുണ്ട്. ഈന്തപ്പഴപ്പന ഏകദേശം 30 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരൊറ്റത്തടി വൃക്ഷമാണ്. ഇതിൻ്റെ തടി പരുക്കനും കട്ടിയുള്ളതുമാണ്. ഇതിൻ്റെ പട്ട ഏകദേശം 4 മീറ്റർ വരെ നീളത്തിൽ കാട്ടുകവുങ്ങിൻ്റെ ഇലകൾ കണക്കെ കാണപ്പെടുന്നു. ഇത് വിവിധ തരം കുട്ടകൾ ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുലകൾ പലതരം മദ്യങ്ങൾ ഉണ്ടാക്കുവാനും ഉപയോഗിച്ചു വരുന്നു. അർക്കേസിയ ഫാമിലിയിൽപ്പെടുന്ന ഈന്തപ്പഴത്തിൻ്റെ ശാസ്ത്രീയ നാമം ഫീനിസ് ഡാക്ടിലിഫെറ എന്നതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏകദേശം 70% പോഷകമൂല്യങ്ങളുടെ കലവറ തന്നെയാണ് ഈന്തപ്പഴം. ഇവയിൽ അന്നജം, മാംസ്യം കൂടാതെ വൈറ്റമിൻ എ, ബി എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. ഈന്തപ്പഴം ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ഏകദേശം 5 വർഷം പ്രായമായ പനകളിലാണ് കുലകൾ ഉണ്ടാവുന്നത്. ഇതിന് പൂർണ്ണ വളർച്ചയെത്താൻ 15 വർഷം വരെ എടുക്കാറുണ്ട്. മാംസളമായ ഇതിൻ്റെ പഴങ്ങൾ വിവിധ രാജ്യങ്ങൾക്കനുസൃതമായി വിവിധ വലിപ്പത്തിലും വർണ്ണങ്ങളിലും കാണപ്പെടാറുണ്ട്. പ്രധാനമായും ഇളം നിറത്തിലുള്ള ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ വർണ്ണങ്ങളിലാണ് കാണപ്പെടാറുള്ളത്. ഇവയിൽ ഒറ്റക്കുരുവായിട്ടുള്ള വിത്താണ് കാണപ്പെടുന്നത്. വിത്തുകൾ മുളപ്പിച്ചും ചുവട്ടിൽ വളരുന്ന കുഞ്ഞു തൈകൾ പറിച്ചു നട്ടും ഉപശാഖകൾ വെട്ടിയെടുത്തും പുതിയ ചെടികൾ ഉണ്ടാക്കാം. മധുരരസമുള്ള ഇത് ദേഹത്തെ തടിപ്പിക്കുന്നതിനുള്ള ഉത്തമ ഔഷധമാണ്. അതുപോലെ തന്നെ രക്തവർദ്ധകവുമാണ്. ശുക്ലവർദ്ധനമായ ഇത് ക്ഷയം, ചതവ്, ഒടിവ് എന്നിവയ്ക്കും ഉപയോഗിച്ചു വരുന്നു. വിരേചന ഗുണമുള്ള ഇവ വൃക്കയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചുമ, പനി, വിറയൽ തുടങ്ങിയവയ്ക്കും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിനുള്ളിലെ വിത്ത് പൊട്ടിച്ച് ലേപിച്ചാൽ നീര് കുറയാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാനും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ കാമാസക്തി വർദ്ധിപ്പിക്കുന്നതും കൂടാതെ കരളിന് ഏറ്റവും ഗുണം ചെയ്യുന്നതുമാണ്. തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച ഈന്തപ്പഴം പിറ്റേ ദിവസം കഴിച്ചാൽ അത് മലബന്ധത്തെ അകറ്റി നിർത്താൻ സാധിക്കുന്നു. ഈന്തപ്പഴങ്ങൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. ഉണക്കിയെടുത്ത ഈന്തപ്പഴങ്ങളാണ് ഇന്ന് മാർക്കറ്റുകളിൽ നമുക്ക് കൂടുതലായും ലഭ്യമാകുന്നത്. വിവിധതരം അച്ചാറുകൾ, ജാമുകൾ, ജ്യൂസുകൾ തുടങ്ങിയവ ഉണ്ടാക്കുവാനും ഈന്തപ്പഴം ഉപയോഗിച്ചു വരുന്നു. ഏകദേശം 24 വെറൈറ്റികളിലുള്ള ഈന്തപ്പഴങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധമൂല്യങ്ങളെക്കുറിച്ച് നമ്മളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ സംസാരിക്കും. ഈ ഈത്തപ്പഴം ഒരു കോമൺ പഴമാണ്. ഇപ്പോൾ ഇവിടെ ഖർജൂരം എന്ന് അതിന് പേര് വരാം. ഈ ഖർജൂരാസവം എന്നൊരു അരിഷ്ടം ആയുർവേദത്തിൽ പണ്ടുണ്ടാക്കിയത്. ഇപ്പം അത് കിട്ടാനില്ല. ഇതിൻ്റെ ബലം എന്താ വെച്ചാൽ ഈ ഈത്തപ്പഴം വളരെ ഒരു ന്യൂട്രീഷ്യസ് മാത്രമല്ല, ശരീരത്തിന് ഏറ്റവും ഹിതമായ ഒരു ഭക്ഷണമാണെന്ന് പറയാം. അത് ശുക്ലവർദ്ധനമാണ് അതിൻ്റെ ഏറ്റവും. അത് എല്ലാ ധാതുക്കളെയും പുഷ്ടിപ്പെടുത്തിയിട്ട് ശുക്ലധാതുവിനെ വർദ്ധിപ്പിക്കും. ഈ ലൈംഗിക ശേഷി കൂട്ടും. സ്ത്രീകൾക്കാണെങ്കിൽ ഇത് ആർത്തവ ക്രമീകരണത്തിന് വളരെ നല്ലതാണ്. ദിവസേന ഒരു 5-6 ഈത്തപ്പഴം ദിവസേന കഴിക്കാം. അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് അടിച്ച് ഈ മന്ധം എന്ന്, ഖർജൂരാതി മന്ധം എന്ന് പറയും, അത് കഴിച്ചാൽ ഈ സ്ത്രീകളുടെ ആർത്തവ തകരാറുകൾ മാറും. മാത്രമല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ഈ PCOD എന്ന് പറഞ്ഞ രോഗത്തിന് ദിവസേന 10 ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്.
പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരു അത്ഭുത ഫലം ആയുർവേദത്തിൽ ഇത് ഈ മദാത്യത്തിൽ, അതായത് കള്ളു കുടിച്ച് മദം വന്ന ആൾക്കാർക്ക് അത് മാറ്റാൻ വേണ്ടി ഈത്തപ്പഴത്തിൻ്റെ നീരെടുത്ത് കൊടുക്കും. മിക്സിയിൽ അടിച്ചിട്ട് അതിൽ ലേശം ഈ ഏലത്തിരി ചേർക്കും, ലേശം ഇഞ്ചിയും ചേർക്കാം. എന്നിട്ട് അത് ദിവസേന നല്ല ഒരു 200 ml ഗ്ലാസ്സിൽ ദിവസേന 2 ഗ്ലാസ് അങ്ങോട്ട് കൊടുത്താൽ ആ മദ്യം കഴിച്ചതിൻ്റെ അങ്ങോട്ട് മാറും. മദ്യം നിർത്താനും പറ്റും. ഈ മദ്യം അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ദിവസം ഇത് 2 ഗ്ലാസ് കഴിച്ചാൽ മതി, അവനും എന്നെ മദ്യം കഴിക്കാൻ തോന്നില്ല. അതാണ് ആയുർവേദത്തിൻ്റെ മദ്യം. ഈ ഖർജൂരാദി മന്ധം എന്നൊരു ഔഷധം തന്നെ ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നത്. ഈ മദാത്യത്തിലാണ് ഏറ്റവും അധികം ചികിത്സ ഈ ഖർജൂരം കൊണ്ട് ഉപയോഗം.